അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ഫുൾ ഡേ ഷൂട്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയോ പോകുന്നുണ്ടെന്ന്. പക്ഷേ അല്ല, ഇത് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഞാൻ നാട്ടിലാണോ അതോ സൗദിയിലാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിലാണ് ഗൈസ്. ഞാൻ കുറേ കാലമായി വന്നിട്ട് 2 മാസത്തോളമായി കേട്ടോ വന്നിട്ട്. ഞാൻ വരുന്ന സമയത്ത് വ്ളോഗ് എടുത്തിട്ടുണ്ടേനും, പക്ഷെങ്കിൽ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടില്ല. കാരണം എയറിൻ്റെ ചതിച്ചു ഗൈസ്. അത് ഞാൻ കുറേ പേരെല്ലാം കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ലാൻഡ്സ്കേപ്പ് മാറിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് അറിഞ്ഞിട്ടില്ല ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എണീറ്റും പാടും നമ്മൾ ഡോറെല്ലാം തുറന്ന് ഒന്ന് കാറ്റെല്ലാം കൊണ്ട്. ഇന്ന് നല്ല മഴയേനു കേട്ടോ. മഴയുള്ള ഒരു ദിവസം, മഴയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തേത്. ഇന്ന് ഷാന് സ്കൂളുണ്ട്. അപ്പോൾ എണീറ്റും പാടും ഓൻ്റെ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇഷമോള് ഇടയ്ക്ക് എണീക്കും കേട്ടോ. എണീച്ച ദിവസം എൻ്റെ ഒരു പണി ഒരുങ്ങൂല. എണീക്കാത്ത ദിവസം എൻ്റെ എല്ലാ പണിയും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നടക്കലുണ്ട്. അപ്പോൾ ഷാനെ വിളിച്ചെണീപ്പിച്ച് ഓനെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ച് ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ച് ഇനി ലഞ്ച് ബോക്സിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫുഡ് ഉമ്മ തന്നെയാണ് കേട്ടോ സെറ്റാക്കൽ. ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കലുള്ളൂ. ബാക്കി ടിഫിനും കാര്യങ്ങളെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കൽ. അപ്പോൾ എനിക്ക് രാവിലെ ഒരു പുൾസയാണ് കേട്ടോ കൊടുക്കൽ. പിന്നെ അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു ഗ്ലാസ് ഹോർലിക്സും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്കില്ലേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ട ആ ഒരു ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഏതെടുക്കും, എന്തെടുക്കും, എങ്ങനെ എടുക്കും എന്നെല്ലാം ഞാൻ കുറേ വീഡിയോ എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് 45-50 മിനിറ്റ് ആയിട്ടുണ്ടേനു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ടും കുറച്ച് ലെങ്ത്ത് കൂടുതൽ തന്നെയാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ തന്നെ നമ്മളെ വേറൊരു എന്താ പറയുക ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു നമ്മളെ കസിൻ്റെ. അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ചെറിയ ക്ലിപ്പിങ്സ് എല്ലാം എടുത്തു വെച്ചത് അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിനായിട്ട് വേറൊരു വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്, അപ്ഡേഷൻസ് അറിയിക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. ഇനി എന്തായാലും നമുക്ക് നമ്മളെ മുട്ട ഇതാക്കിയെടുക്കാം. നമ്മൾ പുൾസൈ എന്നാണ് കേട്ടോ പറയുക. ബുൾസൈനങ്ങാട്ടാന്ന് ശരിക്കും പറയുക. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും പാലിപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മുട്ട പൊരിച്ചെടുക്കലാണ്. അപ്പോൾ മുട്ട സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതവിടെ കൊണ്ടുവച്ചിട്ട് തിന്നിക്കലൊരു പണിയാണ് കേട്ടോ. രാവിലത്തെ മൂഡനുസരിച്ചിട്ടാണ് തിന്നുക. ഒരു ദിവസം പറയും വേണ്ട, ഒരു ദിവസം പറയും 2 മുട്ട വേണം, അല്ലെങ്കിൽ പറയും ഒന്നും വേണ്ട, പാല് മാത്രം മതി, ഹോർലിക്സ് വേണ്ട. അത് അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ കഴിഞ്ഞ വർഷമെല്ലാം കുറച്ച് ലേറ്റായിട്ടേനു കേട്ടോ വാനെല്ലാം വരുത്ത്. ഇപ്രാവശ്യം മുതൽ 7:45 7:50 ആകുമ്പോഴത്തേക്ക് വാന് വരും. പിന്നെ വരാനും ലേറ്റാവും, 5:30 ആ ഒരു ടൈമാവും. ഒന്ന് ഉളിയിൽ മജ്ലിസിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പം ഭയങ്കര ഡിലേ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എന്താ പറയുക, അരമണിക്കൂറും കൂടി ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നോക്കിയിട്ട് നെക്സ്റ്റ് ഇയർ മാറ്റാമെന്നുള്ളൊരു പ്ലാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ ഫുഡെല്ലാം ഉമ്മ അപ്പുറത്തുനിന്ന് സെറ്റാക്കിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയി എടുത്ത് ലഞ്ച് ബോക്സിലല്ല കിറ്റിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്ത് ഓനെ ഒന്ന് പറഞ്ഞു വിടണം. അപ്പം അത്ര തന്നെ. ഇനിയിപ്പം നമ്മളെ പരിപാടി എന്താ, ഒന്നുമില്ല. ഇനിയിപ്പം നമ്മളെ പരിപാടി എന്നാൽ ക്ലീൻ ആക്കണം. കുറേ ക്ലീൻ ആക്കാനുണ്ട്, അലക്കാനുണ്ട്, അടിച്ച് വരാനുണ്ട്, തുടക്കാനുണ്ട്, ഇതൊക്കെ തന്നെ.
പിന്നെ ഫുഡ് എപ്പോഴെങ്കിലും മാത്രമേ ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ കുറേ കാലം ഞാൻ വിചാരിക്കുന്ന ഒരു കറി വെക്കാൻ പൂതിയായിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ മത്തി കിട്ടുമെങ്കിൽ ഉപ്പാനോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ തന്നെ എൻ്റെ രീതിയിൽ മത്തിക്കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കറി വെക്കണം. പിന്നെ കുറച്ച് പണികളെല്ലാം ഉണ്ട്. അപ്പോൾ അത് അവന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഞാൻ നേരെ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, അലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അലക്കി ഉണങ്ങി വരുമല്ലോ, എടുത്ത് ആറിയിടെല്ലാം വേണ്ടു. ഞാൻ ഇന്ന് അലക്കി കഴിഞ്ഞാൽ നാളെ അലക്കൂല, മറ്റന്നാൾ അലക്കും, അങ്ങനെയാണ് കേട്ടോ. എന്നാലും എനിക്കൊരു ലോറി തുണി ഉണ്ടാവും അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അവിടെ ഇട്ട് നമ്മൾ ബ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. രാവിലെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇനി എന്താ നമ്മളെ പരിപാടി? അങ്ങനെ നമ്മളെ പല്ല് തേപ്പും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉന്നക്കായ്ക്ക് കായ് കിട്ടിയില്ലെങ്കിൽ അരച്ച് വെക്കാലോ, ഉന്നക്കായ് ആക്കി എടുക്കാലോ എന്ന്. അങ്ങനെ ഉപ്പാനോട് നല്ല ഉന്നക്കായ്ക്ക് പറ്റിയ കായ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ പെരക്കുന്ന, അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് രാത്രിക്ക് വേവിച്ച് അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം തണിഞ്ഞതിന് ശേഷം. എന്നിട്ടിപ്പോൾ ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കും. അപ്പോൾ സെറ്റായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കല്ല് പോലെയാണ് ഉണ്ടാവാം. ഓവനിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ചൂടിലും ഇതിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പ് പോയതിന് ശേഷം നമുക്ക് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ച് വരാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇന്ന് തുടക്കമൊന്നും വേണ്ട കേട്ടോ, ഇന്നലെ തുടച്ചതാണ്. പിന്നെ എപ്പോഴും അടിച്ച് വരണ്ടെന്നെല്ലാം വിചാരിക്കും. പക്ഷേങ്കിൽ എന്തായിക്കഴിഞ്ഞാലും രാവിലെ എണീച്ചിട്ട് അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ എന്തോ ഒഴിഞ്ഞ പോലെയാണ്. അപ്പോൾ ജസ്റ്റ് മാച്ചിലെടുത്ത് ഇങ്ങനെ അടിക്കും കേട്ടോ. എന്തെങ്കിലും ആയിട്ടെല്ലാം പൊടികളെല്ലാം ഉണ്ടാവും. കാരണം കുട്ടികളുണ്ടല്ലോ, രാവിലെ ചായ കുടിക്കുന്ന ആ ഒരു വയ്യാറുണ്ടാവുമല്ലോ. ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ക്ലീനിങ്ങിന് ഒരു കുറവുമില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്പീഡിൽ അടിച്ച് വരട്ടെ. ഇന്നിപ്പോൾ തുടക്കാത്തതുകൊണ്ട് കുറേ സമാധാനം. തുടക്കുന്ന ദിവസം എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, അങ്ങനെയാണ്. എങ്ങനെയാണ് നിങ്ങളെന്നെ ഊഹിച്ചോട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അടിച്ച് വരൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോം ടൂറെല്ലാം ഞാൻ മുന്നേ വീട്ടിൽ കൂടി ആ ഒരു ടൈം തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. കയറി വരുന്നിടത്ത് തന്നെ സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞപാടും ലിവിങ്, അതിൻ്റെ ഇപ്പുറത്ത് നമ്മളെ ഡൈനിങ്. ഈ ഡൈനിങ്ങിൽ ആകെ 1-2 പ്രാവശ്യം മാത്രമേ ഫുഡെല്ലാം കഴിച്ചുള്ളൂ. കുറേ ആൾക്കാരുള്ളേരം എല്ലാത്തേരം നമ്മൾ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ കഴിക്കൽ, കിച്ചൺ ഡൈനിങ് എന്ന്. പിന്നെ ആ കാണുന്നതാണ് നമ്മളെ കിച്ചൺ ഡൈനിങ്. ഇത് നമ്മളെ നിസ്കാര റൂം. ഇപ്പുറത്തത് മാസ്റ്റർ ബെഡ്റൂം, ആരും കിടക്കലില്ല. ഉപ്പയും ഉമ്മയും വന്നു കഴിഞ്ഞാൽ അവർ കിടക്കുന്നൊരു റൂമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഉള്ളത്, ഇവിടെയാണ് കിഡ്സിൻ്റെ ബെഡ്റൂം. കിഡ്സിൻ്റെ എന്ന് പറയാൻ പറ്റൂല, വലിയ ആൾക്കാർക്കും എല്ലാവർക്കും കിടക്കാൻ പറ്റിയ 4 കട്ടിലുള്ളൊരു ബെഡ്റൂം. അത് ഞാൻ എപ്പോഴെങ്കിലും നെക്സ്റ്റ് വ്ളോഗിൽ എങ്ങാറ്റം കാണിച്ചു തരാം. എപ്പോഴെങ്കിലും വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു മാസ്റ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജനലിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഫുൾ ഗ്ലാസ് ഇടാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത്ര സേഫ്റ്റീൻ്റെ ഇഷ്യൂ കാരണം ഞാൻ പറഞ്ഞു ഗ്ലാസ് വേണ്ട, ഡോറും കർട്ടനും ജനലും ഗ്രിൽസും ഡോറും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കാണാനുള്ള ഭംഗിയല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. അനക്കാണെങ്കിൽ ലോകപ്പേടി ഒറ്റയ്ക്ക് നിൽക്കാൻ, പിന്നെ ഒറ്റയ്ക്ക് നിൽക്കലുമില്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണിക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ 2 ഡെലിവറിയും മട്ടന്നൂരിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും അവിടെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്.
പിന്നെന്താ, ഇനിയിപ്പം നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായ, ഒരു വലിയ ഗ്ലാസ് കട്ടൻ ചായ. പണ്ട് മുതലേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാലോ, കട്ടൻ ചായൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് എത്ര ഗ്ലാസ് കിട്ടിയാലും രാവിലെ കുടിക്കും. അപ്പോൾ അതും കുടിച്ചിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ടുള്ള നെക്സ്റ്റ് പണി. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്ന് നല്ല മത്തിക്കറി വെക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ കട്ടൻ ചായ ജസ്റ്റ് ഒന്ന് തണിയട്ടെ. ഞാനില്ലേ എല്ലാ പച്ചക്കറിയും ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. കാരണം എന്താ നിങ്ങൾ എപ്പോഴെങ്കിലും മാത്രമല്ലേ ഞാൻ എടുക്കൂ, ഡെയിലി എടുക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാം കേടായി പോകുമല്ലോ. എല്ലാം വാങ്ങലുണ്ട് കേട്ടോ സാധനമെല്ലാം, പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും മാത്രമേ എടുക്കും. എന്തൊരാളാലേ ഞാൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും കേട്ടോ, എപ്പോഴും എന്നല്ല. ഉച്ചക്കെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കൽ. രാവിലെ നെയ്പ്പത്തിലാണെങ്കിൽ ഞാൻ ചുടും, പിന്നെ വല്ലപ്പോഴും ദോശയാണെങ്കിൽ ചുടും, പിന്നെ രാത്രി റൊട്ടി ഇടും. അങ്ങനെ കറിയൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. കറിയെല്ലാം ഉമ്മാൻ്റെ രാവിലെ തന്നെ ആവും. പിന്നെ രാത്രിക്കേക്ക് വരെയുള്ള എല്ലാ കറികളും ഉമ്മാൻ്റെ രാവിലെ തന്നെ ആവും. പിന്നെ അത് നമ്മളായിട്ട് വേറെ കറി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ എല്ലായിടത്തും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്താ, നമ്മളെ ചായയും കടലയും തിന്നൽ. ഇനിയിപ്പോൾ റീൽസും കണ്ട് ഒരു 10-15 മിനിറ്റ് മൂഡനുസരിച്ചിട്ട് നമ്മളെ ഇരുത്തം ഇവിടെ ഇങ്ങനെ ഡിലേ ആവും. ചിലപ്പം വേഗം കഴിയും, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും അങ്ങനെ. അപ്പോൾ ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് വേഗം ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിതാ നേരെ ഇപ്പുറത്ത് വന്ന് നോക്കി ഇവിടെ എന്തുണ്ട് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴേ അനിയത്തിയിടുന്ന് നല്ല ദോശ ചുട്ടെടുക്കുന്നു. ഇന്നത്തെ നമ്മളെ കത്തലിൻ്റെ പരിപാടി അനിയത്തിയേനു കേട്ടോ. കത്തലിൻ്റെ എന്നല്ല, രാവിലത്തെ അതായത് കുട്ടികളെ ഫുഡ് അത് ഇവൾക്കേനു കേട്ടോ ഡ്യൂട്ടിയിൽ നിന്ന്. ഇന്ന് ഇവളാണ് ചുട്ടിട്ടുള്ളത്. അപ്പം ഞാനവിടെ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ വീഡിയോ എടുക്കൽ മാത്രമേ ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അവിടെ പോയി നമ്മളെ മത്തി എടുത്ത് വന്നിട്ടുണ്ട്. മത്തി ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് എടുത്തിട്ട് വരാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇഷമോൾ എണീറ്റിട്ടുണ്ട്. ഇനി എന്താ നമ്മളെ പരിപാടി, ഇനി വീണ്ടും നമ്മളൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുടിച്ചുകൊണ്ടും മെല്ലെ മെല്ലെ നമ്മൾ കറി ഉണ്ടാക്കലാണ് കേട്ടോ. ഇഷമോൾ എണീറ്റ് കഴിഞ്ഞാലില്ലേ എൻ്റെ പണികളെല്ലാം സ്ലോ ആവും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ പണിയെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ കഴിയും കേട്ടോ. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയും. ചായ കുടിക്കലും, അലക്കലും, മാറിയിടലും, തുണി മടക്കി വെക്കലും, അടിച്ചു വാരൽ, അങ്ങനത്തെ കുറേ പരിപാടിയെല്ലാം കഴിയും. എനിക്ക് നേരെ അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്നെന്തായാലും അപ്പുറത്തേക്ക് പോക്ക് നടക്കൂല. കാരണം എന്താ നിങ്ങൾ പറയൂ, കാരണം എനിക്ക് കറി ഉണ്ടാക്കണം, മുന്നക്കായി ഉരുട്ടിയെടുക്കും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ മത്തിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയും മല്ലിച്ചപ്പും ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കും, നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ കുറുകിയ കറിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നല്ലോണം പുളിയും വേണം. അപ്പോൾ പുളിയും ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കലാണ്. റെസിപ്പി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം ഈ മത്തിക്കറിയെല്ലാം ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാണ്ടുണ്ടാവുക, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം ഒന്ന് കുറുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം നിങ്ങൾ പറയൂ എന്താക്കാം, എന്തേനും ആക്കണ്ടേ, എന്തേനും തേങ്ങാപ്പണ്ടം, നമ്മൾ ഉന്നക്കായ്ക്കുള്ള പണ്ടം സെറ്റാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 4-5 സ്പൂണ് 6 kg എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂട്ടി ഇട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുത്തെടുക്കാനല്ല ഇട്ടെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കില്ലേ വോയിസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചാളി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മീൻകറീൻ്റെ വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ ഇട്ടിട്ട് മീൻ വേവാൻ വേണ്ടിയിട്ട് അട വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇപ്പുറത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം, തേങ്ങാപ്പണ്ടത്തിന് വേണ്ടിയിട്ട്. 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2.5 കിലോ
കായ്ക്ക് 2 തേങ്ങ കറക്റ്റാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് എന്തായാലും വേണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് എന്താക്കിയെടുക്കണം ഇതേപോലെ ആക്കിയെടുക്കണം, വേറെ എന്താക്കിയെടുക്കാനാണ്. അപ്പോൾ തേങ്ങാപ്പണ്ടവും ഇവിടെ ഏകദേശം റെഡിയാകുന്നുണ്ട്. തേങ്ങാപ്പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തേങ്ങാപ്പണ്ട് ഇളക്കുന്ന സമയത്ത് നമ്മൾ മീൻകറി ഞാനങ്ങ് മറന്നു പോയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒടുക്കത്തെ ഫ്ലെയിമാണ് കേട്ടോ ഈ ഒരു അടുപ്പിന്. അപ്പം മീൻ കുറച്ച് വെന്ത് പോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ എല്ലാം സെറ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് മാത്രമേ ചേർക്കൂ ഈ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. മീൻ കറിയിൽ വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ. അപ്പം നമ്മൾ ഇഷമോക്ക് ഞാൻ ഫോൺ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ പണി നടക്കൂല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പണ്ടവും റെഡി ആയിട്ടുണ്ട്, മീൻകറിയും റെഡി ആയിട്ടുണ്ട്. വർക്ക് ഏരിയ മംഗലപ്പുര പോലെ ഉണ്ട് കേട്ടോ, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റിലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ എന്നതിനപ്പം അതിൻ്റെ പേര് ഉന്നക്കായി അതൊന്ന് ഉരുട്ടിയെടുക്കലാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. ഒക്കെ പിന്നെ കല്ലുമ്മക്കായി നിറക്കാൻ, പിന്നെ ഉന്നക്കായി ഉരുട്ടാൻ, ഇതെല്ലാം ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സമാധാനം വേണം, ആരും ശല്യപ്പെടുത്തുകയും ചെയ്യറ്. നല്ല സമാധാനത്തിൽ ഇരുന്ന് പാട്ടെല്ലാം കേട്ടിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കും കേട്ടോ. ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഉരുട്ടിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ആദ്യം കുറച്ച് ഞാൻ നമ്മളെ കിച്ചണിൽ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വ്യൂ ഇല്ല, എവിടെയും കാണാനൊന്നും രസമില്ല. അപ്പം നമ്മളെന്താക്കി, നേരെ നമ്മൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആക്കിയില്ലേ, അവിടെ പോയിട്ട് ഫുള്ള് മൊത്തത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 2.5 കിലോ കായ്ക്ക് ഏകദേശം ഒരു 40ഓളം ഉന്നക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉന്നക്കായ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഉമ്മ ദാ ഇവിടെ റോട്ടി എടുക്കുന്നുണ്ട് രാവിലത്തെ കത്തലിന് വേണ്ടിയിട്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ആയിട്ടില്ല. എപ്പോഴും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പുറത്തേക്ക് എടുക്കാമെന്ന്, കാരണം ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം. വർക്ക് ഏരിയ അങ്ങനെ തന്നെ മംഗലപ്പുര പോലെ ആക്കിയിട്ടേനോട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കിന് അപ്പുറം പോക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇപ്പുറത്തെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ, ഒരു വൈറ്റ് പേപ്പറല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്നിട്ട് ചെയ്യാം. ഒന്നും ആയിപ്പോയില്ല. ഏകദേശം ഒരു മാസത്തോളം ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കലാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കത്തലെടുക്കട്ടെ. ഇന്നത്തെ നമ്മളെ കത്തലിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ നല്ല ഒറോട്ടിയും എൻ്റെ നല്ല മീൻകറിയും, നല്ല കുറുകിയിട്ടുള്ള മീൻകറിയും, പിന്നെ കട്ടൻ ചായയും. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ കത്തൽ. ഇനി നമുക്ക് കത്തലടക്കിയിട്ട് ബാക്കി കാണാം. ഫുഡടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിതാ നേരെ ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കില്ലേ എത്ര കിച്ചൺ ടവലുണ്ടെങ്കിലും നമ്മൾ യൂസാക്കുക പഴയ മാക്സി, പഴയ മുണ്ട് മുറിച്ചത്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അത് എത്ര മാറ്റാൻ ശ്രമിച്ചാലേ ആവില്ല. എനിക്കില്ലേ ഈ മാക്സിനെ കൊണ്ട് തുടച്ചാലേ ആ ഒരു എന്തോ ഒരു ഇത് കിട്ടൂ, അങ്ങനെയാണ് കേട്ടോ. ഒരു ലോറി മറ്റേ കിച്ചൺ ടവൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും യൂസാക്കില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ പാത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, കുറേ പാത്രം ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ബട്ടർ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ട് നമ്മളെ വർക്ക് ഏരിയയെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് നേരെ അപ്പുറത്തെ പുരക്കേക്ക് പോകാമെന്ന്. അപ്പുറത്ത് എന്തെങ്കിലും അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഇന്നുള്ളൂ. എപ്പോഴും കിച്ചൺ, അതായത് ഈ കിച്ചൺ ക്ലീനിങ് എനിക്കാണ് കേട്ടോ.
പിന്നെ ബാക്കി പാത്രം കഴുകൽ ഇതെല്ലാം അനിയത്തിയാണ്, ഫുഡ് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടയിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയെടുക്കൽ. ചോറും നല്ല ചീര വറവും മീൻ പൊരിക്കാനുള്ള മീനും എണറും എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അനിയത്തിൻ്റെ പണികളും ഉമ്മാൻ്റെ പണികളെല്ലാം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇടുന്ന്. ഇനിയിപ്പോൾ ചോറ് തിന്നണം. പിന്നെ ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 12:30 1 മണിയെല്ലാം ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇശക്ക് ചോറും കൊടുത്ത് ഞാനും ചോറ് തിന്നിട്ട് ഫ്രഷായിട്ട് കിടന്നുറങ്ങും. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ. എല്ലാ ദിവസവും ഒരേപോലെയൊന്നുമല്ല കേട്ടോ, എല്ലാ ദിവസവും വേറെ വേറെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഇതെല്ലാം. ഇശക്ക് ഞാൻ പണ്ട് മുതലേ കഞ്ഞി കൊടുത്ത് ശീലാക്കിയിട്ട് ഓക്കെ ഈ ചോറും കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇഷ്ടമില്ലാണ്ട് കഴിപ്പിക്കണം. ഇനിയിപ്പോൾ വീണ്ടും കഞ്ഞി തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നോക്കിയിട്ട്, കാരണം അത് കഴിപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഉള്ള കോലം മാറിയിട്ടുണ്ട്, ഫുള്ള് മെല്ലിന് ആകെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല ഉഷാറുണ്ടായിരുന്നു, നല്ല ഉണ്ടച്ചീനോ കേട്ടോ, ഇപ്പം മെല്ലിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം ഒരു 2:30. എൻ്റെ കുളിക്കലും ബ്രഷാവലും നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. ഇതില്ലേ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മുട്ടമാലിയും ഇതെല്ലാം ആക്കിയിട്ട്, കുഞ്ഞിക്കൽത്തപ്പം പണ്ടം അതെല്ലാം ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൽക്കാരായിട്ടൊന്ന് ഇപ്രാവശ്യം അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അതായത് കറുപ്പത്തക്കാരുണ്ടല്ലോ, എൻ്റെ ഈശൻ്റെ സമയത്ത് ഞാൻ വ്ളോഗെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ടൊന്നും ഇപ്രാവശ്യം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ അതാടെ കഴിഞ്ഞിട്ടുണ്ട്, ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷായി എണീറ്റതാ പൂളിലിറങ്ങിയിട്ടുണ്ട്. എപ്പോഴൊന്നും ഇറങ്ങലില്ല കേട്ടോ, എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ മൂഡനുസരിച്ചിട്ട് ടൈമുള്ളവർ അങ്ങനെ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇതിപ്പോൾ വീഡിയോയിൽ അങ്ങനെ തോന്നാത്തതാണ് കേട്ടോ, പക്ഷെ നല്ല മഴയേനു. അപ്പോൾ ആ ഒരു വ്യൂവും ഇതെല്ലാം കണ്ടുതരാം ജെറിക്കൊരു പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെറി ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, കാരണം അമ്മാതിരി തണുപ്പ് വെള്ളത്തിന്. പിന്നെ പൂളിൻ്റെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ചോദിക്കലുണ്ട് മെയിൻ്റനൻസും കാര്യങ്ങളും റേറ്റും ഇതെല്ലാം. അപ്പോൾ മെയിൻ്റനൻസ് കുറച്ച് പണി തന്നെയാണ് കേട്ടോ. ഡെയിലി അത് നോക്കേണ്ട പോലെ നോക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വെള്ളം അതേപോലെ നിൽക്കില്ല, പച്ച കളറിലായിപ്പോവും. അപ്പോൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോക്കെല്ലാം ഭയങ്കര പണിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകലെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഉപ്പയാണ് കേട്ടോ ആ കാര്യമെല്ലാം ചെയ്യൽ. രാവിലെ തന്നെ ക്ലോറിൻ ഇടലും ഫിൽറ്റർ ഓൺ ആക്കലും ക്ലീൻ ആക്കലും ഇതെല്ലാം ഉപ്പയാണ് കേട്ടോ ചെയ്തെടുക്കൽ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് റെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് എണീറ്റ് വന്ന് എന്താക്കി ഉന്നക്കായി ഉണ്ടാക്കിയെടുത്ത് രാവിലത്തെ. അതും കട്ടൻ ചായയും, നല്ല മഴയും നല്ല കട്ടൻ ചായയും ചൂടുള്ള ഉന്നക്കായും. മഴ ഇപ്പോൾ ചോർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വൈബ് കിട്ടുന്നില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കി ഉന്നക്കായും കട്ടൻ ചായയും എല്ലാം എടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പുറം വന്നിട്ട് തിന്നുന്ന സമയത്ത് അപ്പോൾ ആടെ വന്ന് ചായയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇത് മിഞ്ഞാന്നേനു കേട്ടോ, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മളെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഓന് നാട്ടിലില്ല കേട്ടോ, ഓന് അങ്ങുള്ളത് എബ്രോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടേനും. കൂടുതൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ കുറച്ച് ആൾക്കാർ അടുത്ത കുടുംബക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കസിൻസും പിന്നെ അവരെ കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസെല്ലാം ബ്ലറാക്കിയിട്ടുണ്ട്, കാരണം എല്ലാവർക്കും നമ്മളെപ്പോലെ വീഡിയോയിൽ വരണോയെന്ന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻഗേജ്മെൻറ്റും അതായത് മാല ഇട്ട് കൊടുക്കൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കടികളും പിന്നെ ഫുഡും പുഡിങ്ങും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ അതെല്ലാം തിന്ന്
പിന്നെ വയറെല്ലാം ഫുള്ളായിട്ട് പിറ്റേന്നായിട്ടുണ്ട്. പിറ്റേന്ന് മീൻസ് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസം, അന്നത്തെ ദിവസത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ വീഡിയോ ഫോണിന്നും ഡിലീറ്റ് ആക്കൂല, ഷെയർ ആക്കലും ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഫോണും സ്റ്റോറേജ് ഫുള്ളാവും. അപ്പം എന്താക്കി, ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ആ ദിവസത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ മഗ്‌രിബായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രീൻ ഡ്രസ്സില്ലേ, അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ 7ാം മാസത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിട്ടിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേനു നമ്മൾ ഒരു അരമണിക്കൂറത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഫോട്ടോ എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 പണിയാണ്. നല്ലത് കിട്ടാനും പണിയാണ്. ഫോട്ടോഗ്രാഫർ നല്ലത് വേണം, എന്നാലേ നമുക്ക് വേഗം എടുത്ത് കഴിയാൻ പറ്റൂ. എനിക്ക് പെരുന്നാൾക്ക് നല്ല നല്ല ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ജെറിയാണ് കേട്ടോ എടുത്തിരുന്നത്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ 2-3 ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അയച്ചു കൊടുത്ത് ഉമ്മ എന്നോട് പറഞ്ഞു, നീ ഫ്രീ ആണോ എങ്കിൽ നീ ഒറോട്ടിച്ചിടുമോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ചൂടാ ചേച്ചി ഇങ്ങ് കൊടുത്തയച്ചേന്ന്. ഉമ്മ കുഴച്ച് റെഡിയാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇന്നെന്തായാലും നമ്മളാണ് കേട്ടോ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് നിന്ന് ആ കുഴച്ച അരി ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഇശക്ക് കളിച്ചോണ്ടിരിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഒറോട്ടി ഞാൻ ചൂടാ, ഇശമോളെ ഇങ്ങളെ നോക്കണം എന്നിട്ട് ആടെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ജെറിൻ്റെ അടുത്ത്. അപ്പോൾ അതാ നമ്മൾ ഒറോട്ടി ചുട്ടെടുക്കലാണ്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഒറോട്ടി ചുട്ടെടുക്കട്ടെ. പിന്നെ വേഗം കഴിയും കേട്ടോ. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്പീഡിലെല്ലാം കഴിയും, പക്ഷേങ്കിൽ തുടങ്ങാൻ ഇച്ചിരി പണിയാണ് കേട്ടോ. രാവിലെ ഒറോട്ടി, രാത്രിക്ക് ഒറോട്ടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒറോട്ടിയോടുള്ള മംഗലാണല്ലോ. യെസ് ഗൈസ്, നമ്മൾ കണ്ണൂരുകാർക്ക് ഈ ഒരു ഒറോട്ടി ഇല്ലാത്ത ദിവസം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കേട്ടോ. രാവിലെയും ആഴ്ചക്ക് 1-2 ദിവസം മാത്രമേ നമ്മൾ എന്തെങ്കിലും മാറ്റായിട്ട് ഉണ്ടാക്കൂ. അല്ലാത്ത ദിവസം എപ്പോഴും ഈ ഒറോട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാവല്. അപ്പം നമ്മൾ ഒറോട്ടിയും ചുട്ട് 2 ഫ്ലാസ്കിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതാ ഇപ്പുറത്തെ പരിക്കേക്ക് പോക്കാം. എപ്പുറത്തെ പരിക്കേക്ക്, എൻ്റെ പരിക്കേക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്നാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് അല്ലേ? ഗൈസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കലെന്നെയാണ് മെയിൻ പണി. രാത്രിക്ക് ഒറോട്ടിയും ബീഫ് കറിയേനും കേട്ടോ. പിന്നെ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ നമ്മളെ ഉമ്മാമ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാമ എന്നെ വരാറാ. ഉമ്മാമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാമാൻ്റെ ഫേസൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ഉമ്മാമക്ക് വലിയ താല്പര്യമില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ പരിപാടി, ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ആടെ നമ്മളൊരു 9 മണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ വരുന്നത് എത്ര മണിക്കാണെന്നറിയാമോ? 11:30-12 മണിക്ക്. കാരണം എന്താ, എല്ലാം കൂടി വർത്താനം പറഞ്ഞ് നേരം കൂട്ടി കളിച്ച് 12-12:15 എന്താ വരെ വെറുതെ ഇരുന്ന് നേരം കൂട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റാവും. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞേട്ടാ. നിങ്ങൾ ഫുൾ ഡേ കണ്ടില്ലേ, എൻ്റെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളും. ഇതിപ്പോൾ പിറ്റേന്ന് കേട്ടോ, നമ്മൾ ഷൂട്ടാക്കിയതിൻ്റെ പിറ്റേന്ന് രാത്രി നമ്മൾ ബെയ്റൂത്തിലേക്ക് പോക്കാണ്. എന്തിന്? മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ബെയ്റൂത്തിൽ പിന്നെ എന്തിനാണ് പോവുക അല്ലേ? അപ്പോൾ നമ്മൾ ഞാനും ഹസ്ബൻഡും പിന്നെ അനിയത്തിയും ഹസ്ബൻഡും. ഉമ്മാനെ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. പിന്നെ നമ്മൾ ഡാഡിനും കൂട്ടിയിട്ടുണ്ട്. ഡാഡിക്ക് പിന്നെ മടിയൊന്നുമില്ല വരാൻ വേണ്ടിയിട്ട്. ഉമ്മ പിന്നെ വിളിച്ചാൽ അങ്ങനെ വേഗമൊന്നും വരില്ല. അപ്പം നമ്മൾ വിചാരിച്ചു മതി, ഉമ്മ വരുന്നില്ല വരണ്ട, നമ്മളെങ്കിലും പോകണമല്ലോ. ഇപ്പോൾ പുറത്ത് പോക്കലും വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോക്കാന്ന്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ദുനിയാവിലെ ജനങ്ങൾ തേച്ചുണ്ടായിരുന്നു കേട്ടോ. അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരെല്ലാം ആയിട്ട് കുറേ ആൾക്കാരുണ്ടേനു. ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര തിരക്ക്. പിന്നെ ജെറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. വെയിറ്റിങ്ങിനും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വലിയ മന്തി ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ അഭിപ്രായം ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, ചിക്കൻ്റെ ആ ഒരു ഷവായി ചിക്കൻ്റെ മന്തിയാണ് കേട്ടോ ഇഷ്ടം. ആദ്യം എനിക്ക് മട്ടൻ മന്തിയേനും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഒരു പ്രഗ്നൻസീൻ്റെ ആ ഒരു ഇത് കാരണം എനിക്ക് മട്ടൻ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്താണെന്നറിയില്ല.
അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ദാ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മട്ടൻ മന്തിയും പിന്നെന്താ നമ്മളെ ഷവായി ചിക്കൻ മന്തി, അതും ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് പുറക്കേക്ക് പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലേ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗ് എടുത്തിനെങ്കിൽ പിന്നെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇതേപോലത്തെ വ്ളോഗെല്ലാം ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്, എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു മൂഡ് ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ല ബൈ.